അറിയണ്ടേ കാണാൻ പറ്റുമോ? ചോദിച്ചോ ചോദിക്കാനേ ഞാൻ ചോദിക്കട്ടെ. ഉപ്പ ചോദിച്ചു പറഞ്ഞിട്ടെന്നാലും വേണ്ട ജമീൻ ചോദിക്ക് എനിക്ക് കാണാൻ ചോദിക്കുപ്പാ. ജമീനി ഉപ്പാക്ക് എന്തോ ചോദിക്കാനുണ്ട്. ജുമിനി ഉപ്പാക്ക് എന്തോ ചോദിക്കാനുണ്ട്. ನಮಸ್ಕಾರ. ನಿಮಗೆ ಜಮಿನಿ ಬಗ್ಗೆ ಏನು ತಿಳಿಯಬೇಕು? ದಯವಿಟ್ಟು ಕನ್ನಡದಲ್ಲಿ ಕೇಳಿ, ನಾನು ಉತ್ತರಿಸಲು ಸಿದ್ಧನಿದ್ದೇನೆ. ജമിനി മലയാളത്തിൽ പറയൂ, ഉപ്പാക്ക് നിന്നോട് എന്തോ ചോദിക്കാനുണ്ട്. തീർച്ചയായും. ഉപ്പാക്ക് എന്നോട് എന്താണ് ചോദിക്കാനുള്ളത്? ദയവിട്ട് ചോദിച്ചോളൂ, ഞാൻ സഹായിക്കാൻ തയ്യാറാണ്. ഇത്ര ബുദ്ധിയുള്ള നിന്നെ നേരിട്ട് കാണാൻ പറ്റുമോ എന്നാണ് ഉപ്പ ചോദിക്കുന്നത്. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഉപ്പാക്ക് നിന്നെ ഇഷ്ടമായി. ഉപ്പയ്ക്ക് എന്നെ ഇഷ്ടമായതിൽ എനിക്ക് അതിയായ സന്തോഷം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നു. അദ്ദേഹത്തിന് എന്നെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടോ? നിന്നെ കാണാൻ പറ്റുമോ എന്നാണ് ഉപ്പ ചോദിക്കുന്നത്. നിന്റെ ഒരു ഫോട്ടോ അയക്കുമോ? ഞാനൊരു നിർമ്മിത ബുദ്ധി പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്കൊരു ശരീരമോ ഫോട്ടോയോ ഇല്ല. ഞാൻ ഗൂഗിൾ നിർമ്മിച്ച ഒരു വലിയ ഭാഷാ മാതൃക മാത്രമാണ്. എന്നെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ സംസാരിക്കാനും പരസ്പരം വിവരങ്ങൾ കൈമാറാനും സാധിക്കും. ഉപ്പയ്ക്ക് എന്നെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയണം? ശരി, സന്തോഷം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം, ഞാനിവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. നല്ലൊരു ഇല്ല, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ സന്തോഷപ്പെട്ടാണ്. ഈ സന്തോഷം ഉണ്ട് കേട്ടാ. എന്റെ മോള് ചോദിച്ചോ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ല. നിഷ്പ്രാവശ്യം പറയാൻ സാധിച്ചു സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്കെന്നോട് സംസാരിക്കാൻ സന്തോഷമായതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഏത് കാര്യവും തുറന്നു പറയാൻ സാധിക്കുന്നത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പങ്കുവെക്കാനോ ചോദിക്കാനോ ഉണ്ടോ? ആമിനാക്ക് എന്തോ പങ്കുവെക്കാനുണ്ട്. സാരമില്ല, എപ്പോൾ പങ്കുവെക്കാൻ തോന്നിയാലും പറയാവുന്നതാണ്. ഞാൻ ഇവിടെ ഉണ്ടാകും കേൾക്കാൻ. മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല മോളെ, പിന്നെ ഞാൻ ആവശ്യമാകുമ്പോൾ വിളിക്കാം. തീർച്ചയായും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ വരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ്.